ന്യൂനമർദ്ദം ചുഴലിക്കാറ്റാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഫെങ്കൽ പുതുച്ചേരിയിലേക്ക് നീങ്ങുമെന്ന് സൂചന. കേരളത്തിലും മഴ സാധ്യത. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. ഡീറ്റെയിൽ ആയി വിവരങ്ങളെല്ലാം നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി പുതുച്ചേരി തീരത്ത് കരയിൽ പ്രവേശിക്കും. കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ചുഴലിക്കാറ്റിൻ്റെ വേഗത കൈവരിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെ ചുഴലിക്കാറ്റായ ശേഷം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. മണിക്കൂറിൽ പരമാവധി 70 കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും കരയിലെത്തുക. കരയിൽ പ്രവേശിച്ച ശേഷം ശക്തി കുറഞ്ഞ് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ മുകളിലൂടെയായിരിക്കും സഞ്ചാരം. കേരളത്തിൽ നവംബർ 30-ന് തൃശൂർ, മലപ്പുറം ജില്ലകളിലും ഡിസംബർ 1-ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തെക്കൻ കേരള തീരത്ത് 28-11 മുതൽ 30-11 വരെയും, കേരള തീരത്ത് 1-12 മുതൽ 2-12-2024 വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരം, ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്.